ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്നും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം നമ്മുടെ ചാനലിൽ സൈബർ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ ഇതിപ്പോൾ 17 or 18ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ പോയിട്ട് ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് സൈബർ സെക്യൂരിറ്റി ഒരു പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പാർട്ട് 1 മുതൽ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ പാക്കറ്റ് സ്നിഫിങ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റാക്കർ നമ്മളും അതേപോലെ ഇൻ്റർനെറ്റിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മുടെ ഡാറ്റകളെല്ലാം എങ്ങനെയാണ് സ്നിഫ് ചെയ്തെടുക്കുന്നത്, എങ്ങനെയാണ് ഡാറ്റകൾ എടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേപോലെ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ നമ്മൾ കാണിച്ചിരുന്നത് HTTP വെബ്സൈറ്റുകളാണ്. ഈ HTTP വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന സെക്യൂരിറ്റി കുറഞ്ഞിട്ടുള്ള വെബ്സൈറ്റുകളാണ് HTTP വെബ്സൈറ്റുകൾ. പൊതുവേ ഇപ്പോൾ HTTP വെബ്സൈറ്റുകളൊന്നും അങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HTTP സൈറ്റിനേക്കാൾ അതിൻ്റെ ഓവർലേ ചെയ്തിട്ട് വന്നതാണ് HTTPS എന്ന് പറയുന്നത്. കുറച്ചുകൂടി സെക്യൂർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെക്യൂർ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് HTTPSലുള്ളത്. അപ്പോൾ ഈ HTTPയിൽ നമ്മൾ HTTP സൈറ്റുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാറ്റകളെല്ലാം പ്ലെയിൻ ടെക്സ്റ്റ് രൂപത്തിലായിരുന്നു പോയിരുന്നത്. അങ്ങനെ പ്ലെയിൻ ടെക്സ്റ്റ് രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് നമ്മുടെ റിക്വസ്റ്റുകൾ, നമ്മൾ ആ സൈറ്റുമായിട്ട് നടത്തുന്ന റിക്വസ്റ്റുകൾ, അവിടുന്ന് വരുന്ന റെസ്പോൺസുകൾ, അത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിലൊക്കെ മോഡിഫൈ ചെയ്ത് അതേപോലെ അത് വ്യൂ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ HTTPS ആണ് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അതിലാണെങ്കിൽ അതിൽ ഡാറ്റകൾ എൻക്രിപ്റ്റ് ആയിട്ടാണ് എൻക്രിപ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് രൂപത്തിലായിരിക്കില്ല വേറൊരു രൂപത്തിലോട്ട് മാറി എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും പോകുന്നുണ്ടാവുക. അത് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി TLS അല്ലെങ്കിൽ SSL എന്ന് പറയുന്ന ഈ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് HTTPS സൈറ്റുകളുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ നിന്നിട്ട് ആ പാക്കറ്റുകളെ യൂസർ നെയിമും പാസ്വേഡിനൊക്കെ ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ HTTPS സൈറ്റുകളെ നമുക്ക് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് HTTP സൈറ്റുകളാക്കിയിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന HTTPS സൈറ്റുകളെ തന്നെയായിരിക്കും. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യും, HTTP എന്ന് പറയുന്ന ഇതിലോട്ട് ഡൗൺഗ്രേഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ HTTP എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ക്യാപ്ലെറ്റ് ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കാലിനെക്സ് ആണ്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കാലിനെക്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ യൂസ് ചെയ്യുന്ന ഈ കാലിനെക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ അത് VMwareൻ്റെ അകത്ത് ഇടുന്നു എന്നുള്ളതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കസ്റ്റമൈസർ കാലിനെക്സ് ഉപയോഗിക്കണേ. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാപ്ലെറ്റ് ഉണ്ട്. അപ്പോൾ ക്യാപ്ലെറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ HTTPS സൈറ്റുകളെ HTTP ആക്കി ചേഞ്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്യാപ്ലെറ്റ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. കസ്റ്റമൈസർ കാലിനെക്സ് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി അത് എൻ്റെ കയ്യിൽ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാപ്ലെറ്റ്.
ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഒറിജിനൽ കാലിനെക്സ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ക്യാപ്ലിറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുപോയിട്ട് ഇടണം. എന്നിട്ട് വേണം നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാനിനി ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് HTTPS സൈറ്റുകളെ എനിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഇതേപോലെ എന്താ പറയുക, ഇപ്പോൾ HTTP നമ്മൾ സാമ്പിൾ സൈറ്റ് എടുത്ത പോലെ പല സൈറ്റുകളും എനിക്കിങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പല പോളിസികളും അനുസരിച്ച് അത് ലീഗലായിട്ടുള്ള കാര്യമായിരിക്കില്ല. കാരണം അൺഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഞാനത് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏത് സൈറ്റാണ് എടുക്കുന്നതെന്നോ ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. കാരണം അത് അതിൻ്റെ പോളിസി അനുസരിച്ച് ചിലപ്പോൾ അത് പല പ്രശ്നങ്ങളും ഉണ്ടാവും, സെക്യൂരിറ്റി ആയിട്ടുള്ള പല ഇഷ്യൂകളും ഉണ്ടാവും. പക്ഷേ HTTPS സൈറ്റുകളെ നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ട് HTTP ആക്കി ഡൗൺഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷനിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു കാര്യം. ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. HTTPS സൈറ്റുകളെ നമുക്ക് ബൈപ്പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, HTTP ആക്കിയിട്ട് നമുക്ക് യൂസർ നെയിമും പാസ്വേഡൊക്കെ സ്നിഫ് ചെയ്തെടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അവർ HTTPS അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അവർ വേറൊരു സെക്യൂരിറ്റി മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള സൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. അതും നമുക്ക് ചെയ്യാൻ പറ്റും. അതും നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അറിയാവുന്ന ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഞാനിതിലൂടെ ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ കാലിനെക്സിൻ്റെ കസ്റ്റം ഇമേജ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ VMwareൻ്റെ കസ്റ്റം ഇമേജ് ആർക്കെങ്കിലും ആവശ്യമുണ്ട്, കസ്റ്റം ഇമേജ് അല്ല VMwareൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാനതിൻ്റെ ലിങ്ക് ഇട്ട് തരാം, നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സൈബർ സെക്യൂരിറ്റി കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിൽ നമുക്ക് കാണാം.